പഴം വെച്ചിട്ട് ആരും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ 5 മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴുത്ത 2 പഴം കേട്ടോ, ഇത്ര വലുപ്പത്തിലുള്ള 2 പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് ഇത് ചെറുതായി തൊലിക്ക് കളഞ്ഞ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ആവശ്യമുള്ളത് കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ 4 സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. ഇതാ പഴം ഈ ഒരു വലുപ്പത്തിൽ ചെറുതായി കട്ട് ചെയ്ത് അവിടെ മാറ്റി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ കോൺഫ്ലവർ 4 സ്പൂൺ എടുത്തതിൽ ഒരു 3 സ്പൂണ് പാൽപ്പൊടിയും കൂടെ അതിൽ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പാൽപ്പൊടി ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇത് രണ്ടും ഇളക്കിയെടുക്കുന്നത് കേട്ടോ. കട്ടയില്ലാതെ നമ്മൾ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. അതിനുശേഷം ഈ നെയ്യിൽ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴമില്ലേ അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് വഴറ്റി കൊടുത്തപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു. അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത്യാവശ്യം നെയ്യിൽ കടന്നിട്ട് അത് വേവ് പാകമായ ശേഷം അത് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ 1.5 കപ്പ് പാലാണ് കേട്ടോ. 1.5 കപ്പ് പാലൊഴിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഈ കലക്കി വെച്ച മറ്റേ കോൺഫ്ലവറും പാൽപ്പൊടിയും കലക്കി വെച്ചതില്ലേ അതും കൂടെ അതിലൊഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറുകി വരുമല്ലോ, കോൺഫ്ലവർ അല്ലേ. ഈ ഒരു പരുവത്തിലായ ശേഷം ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച പഴമില്ലേ, നെയ്യിൽ വറുത്ത് വേവിച്ച് വെച്ച പഴം അത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അല്ലേ അതും അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത് കേട്ടോ. ഇത് തണുപ്പിച്ചിട്ടും ചൂടോടെയും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് പായസമൊക്കെ ഉണ്ടാക്കൂലേ, അതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യുന്നത് അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പഴം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ്, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.